ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഷിംജിത മുസ്തഫ ഇപ്പോഴും പഴയ നിലപാടിൽ തന്നെയാണ് തുടരുന്നത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറിയ തനിക്കും തൻ്റെ മുൻപിലുള്ള സ്ത്രീക്കും ദീപക് എന്ന ചെറുപ്പക്കാരിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായി എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസിനോട് മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഷിംജിതയുടെ ബ്രദറായ സിയാദ് കഴിഞ്ഞ ദിവസം ഒരു ഇമെയിൽ മെസ്സേജ് പോലീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: തൻ്റെ സഹോദരിക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറിയ ബസ്സിൽ ഒരു പുരുഷനിൽ നിന്നും ശല്യമുണ്ടായി എന്ന തരത്തിലാണ്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകാം. ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതിയായ ഷിംജിത മുസ്തഫയുടെ സഹോദരൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് യാത്രയിൽ ഷിംജിതയെ ഒരാൾ ശല്യം ചെയ്തെന്നാണ് പരാതി. ഇമെയിൽ വഴിയാണ് പോലീസിന് പരാതി ലഭിച്ചത്. ഈ സംഭവം നടന്നിട്ട്, ഈ അലിഗേഷൻ നടന്നിട്ട് 6 ദിവസം കഴിഞ്ഞു. ഈ സംഭവത്തിലെ പ്രതി എന്ന് പറയുന്ന ആൾ മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം അവരുടെ വക്കീലാണ്. ഈ കേസ് നിലനിൽക്കാനും അതിന് ഉറപ്പ് കൂട്ടാനും വേണ്ടി മാത്രമാണ് ഈ ഒരു കേസ് ഇങ്ങനെ കെട്ടിച്ചമച്ചത്. മാത്രമല്ല, ഷിംജിത ഇപ്പോൾ പറയുന്നത് താൻ കാരണമല്ല ദീപക് മരിക്കുന്നത്. ദീപകിന് ഒരുപാട് പ്രശ്നങ്ങൾ അവൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട്. കാരണം ഇവൻ്റെ വൈഫ് ഇവനെ ഉപേക്ഷിച്ചു പോയതാണ്. ആ ഒരു വിഷമത്തിൻ്റെ പേരിലാണ് ആൾ ആത്മഹത്യ ചെയ്യുന്നത്. ശരിക്കും പോലീസ് ഒരു അന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ദീപകിൻ്റെ കഴിഞ്ഞ കാലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദീപക് മരിക്കാനുള്ള യഥാർത്ഥ കാരണം ലഭിക്കും. താൻ കാരണമല്ല ദീപക് മരിച്ചിട്ടുള്ളത്. അന്ന് ബസ്സിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതാണ്. വീഡിയോ 7 വീഡിയോകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ നിഷേധിച്ചെങ്കിലും ആ വീഡിയോ പുറത്ത് കിട്ടുകയും അത് എഡിറ്റിംഗ് ആണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ആൾ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചത് കൊണ്ടാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇത് എത്തിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത്. പിന്നെ കേസ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ നെക്സ്റ്റ് ഡേ ഞാൻ ഇത് പോസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നീട് എനിക്ക് ഇത് കേസ് കൊടുക്കണ്ട എന്നുള്ളൊരു ഇതിലേക്കെത്തി ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചു, മറ്റൊരു പോസ്റ്റ് ഇട്ടു. അത് ജനങ്ങൾ ഒന്നും കൂടി വ്യക്തമാവട്ടെ, തൻ്റെ അടുത്ത് തെറ്റില്ല എന്ന തരത്തിൽ ഒന്നും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ കൂടിയിട്ടു. പിന്നെ അതിനുശേഷമാണ് ദീപക് മരിക്കുന്നത്. ദീപക് ഒരിക്കലും മരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നാണ് ഇപ്പം ഷിംജിത പറയുന്നത്. പിന്നെ ഷിംജിതയും മുസ്തഫയും കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അവർ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ മുസ്തഫ രംഗത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്തരം വീഡിയോസുകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇപ്പം എന്തെന്നാൽ അവസാനം മുസ്തഫ രംഗത്ത് ഷിംജിതയെ ഒഴിവാക്കിയ മുസ്തഫ രംഗത്ത് വീഡിയോ കണ്ടെത്തി ദീപകിനെ മനഃപൂർവ്വം കുടുക്കി 10 വർഷം തടവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. ദയവ് ചെയ്ത് മുസ്തഫയുടെ ഫോട്ടോയോ മുസ്തഫയുടെ കാര്യങ്ങളോ പുറത്ത് വിടാതിരിക്കുക. ആളൊരു പാവം മനുഷ്യനാണ്. ഈ ഒരു കാര്യത്തിൽ നീറി കഴിയുകയാണ്. കാരണം ഈ ഒരു പ്രശ്നങ്ങളും ഈ ഒരു വിഷയങ്ങളൊക്കെ കേൾക്കുന്നേരവും മാത്രമല്ല, പിന്നെ ഷിംജിത ഒരു വെടിയാണ്, മോശപ്പെട്ട സ്ത്രീയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മുസ്തഫയുടെ ഫാമിലിയാണ്. അതിനുള്ള പ്രധാന കാരണം അവർക്ക് ഒരു മോളുണ്ട്. ആ മോളെ ഭാവി ഓർത്തിട്ടാണ് ഈ മുസ്തഫ ഇത്രയും ഏറെ വേദനിച്ചത്. മുസ്തഫയുടെ താല്പര്യപ്രകാരമല്ല ഷിംജിത വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഷിംജിതയുടെ താല്പര്യപ്രകാരം മാത്രമാണ് മുസ്തഫയെ ഉപേക്ഷിച്ച് ഷിംജിത പോയത്. അത് കാരണങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ചികഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല. കാരണം അത് അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കൽ പോലും പുറത്തു വിടാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ മുസ്തഫ ആഗ്രഹിക്കുന്നില്ല. ആൾ അത്രയും വിഷമത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അവരുടെ മകളെ ഓർത്തിട്ട്, ഇത്തരം കാര്യങ്ങൾ മകൾക്ക് എഫക്റ്റ് ചെയ്യും എന്ന് ഓർത്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഒരുപാട് കാലത്ത് ഒരു പ്രവാസിയായിരുന്നു, ബാർബർ ജോലിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ആൾ അത്യാവശ്യം സമ്പാദിച്ച് ആളെ ഉമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ നാട്ടിൽ തൻ്റെ പ്രസൻറ്റ് വേണം എന്ന് വിചാരിച്ച് നാട്ടിൽ വന്ന് സെറ്റിലായ ഒരാളാണ്. നാടിനും വീട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്
മനുഷ്യനാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഇത്രയും വലിയൊരു വേദന ഒരു സ്ത്രീ കാരണം ഉണ്ടാവുന്നത്. അത് ബാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് കൂടിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ വലിച്ചേക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മുസ്തഫയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആൾ നേരിട്ട് വന്ന് പറയും. അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തരുത്. ഒരുപാട് കാലങ്ങളായി ഒരുപാട് വേദനയിലൂടെ പോകുന്നൊരു മനുഷ്യനാണത്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എനിക്ക് ആളെ പേഴ്സണലായിട്ട് അറിയില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് മുഖേന എനിക്ക് ആളെ അറിയാം. ആളത്രയേറെ വിഷമത്തിലാണ് ഇപ്പോഴുള്ളത്. അത് അയാൾ വിഷമപ്പെടുത്താനുള്ള കാരണം അല്ലെങ്കിൽ ഇങ്ങനൊരു കാരണം ഉണ്ടാക്കിയത് അയാളുടെ വൈഫാണല്ലോ, വൈഫല്ലേ എന്ന് പറയുന്നവരുണ്ട്. അവരുടെ വൈഫ് തന്നെയാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കിയത്, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയത്. അവരുടെ അതിബുദ്ധിയും അഹങ്കാരവും ഒക്കെ തന്നെയാണ് ഇതിനെല്ലാം കാരണവും. പക്ഷേ ഒരിക്കലും പുറത്ത് പറയാൻ താല്പര്യമില്ലാത്ത, ഒരിക്കലും തൻ്റെ ഷിംജിത എന്നൊരു പേര് പോലും കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളെ മുമ്പിലേക്ക് ആളെയും കൂടി ഉൾപ്പെടുത്തി, അല്ലെ ആളെയും കൂടി ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ വരുന്നേരം ആർക്കായാലും വിഷമം ഉണ്ടാവും. ആ വിഷമം എങ്ങനെ, കാരണം അയാൾ ചെയ്ത ആകെ തെറ്റ് ഈ ഷിംജിതയെ തൻ്റെ ഭാര്യയാക്കി തൻ്റെ കൂടെ കൊണ്ടിരുന്ന ആൾക്ക് എന്തെങ്കിലും കാരണമായിട്ടായിരിക്കും അവർ തമ്മിൽ പിരിയാനുണ്ടായത്. അത് നിങ്ങൾ പറയും പോലെ അവൾ ഒരു മോശം സ്ത്രീ ആയതുകൊണ്ടോ അതല്ലെങ്കിൽ വേറൊരു കാമുകനെ കണ്ടതുകൊണ്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല. അത് ഒരാൾക്ക് ഒരു ഭാര്യയും ഭർത്താവും പിരിയണമെങ്കിൽ ആ കാരണം മാത്രമല്ലല്ലോ, വേറെയും കുറേ കാരണങ്ങൾ ഉണ്ടാവല്ലോ, അതിലേതെങ്കിലും ആയിരിക്കും. പക്ഷേ അത്തരം മോശമായുള്ള കാര്യങ്ങൾ പറയുന്നേരം അത് തൻ്റെ മകൾക്ക് ബാധിക്കുമോ എന്നൊരു പേടി അദ്ദേഹത്തിനുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ആളെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്യണം. ആളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ആളെ ഫാമിലിനെ അറിയുന്ന ഇത് പറയുന്നത് കേൾക്കുന്നേരം നമുക്ക് തന്നെ ഒരുപാട് വേദനയാവും. പക്ഷേ അവരെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്കെല്ലാം ഒന്നും പുറത്ത് പറയാൻ കാരണം അവരെല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ തന്നെ മുസ്തഫയോട് എനിക്കൊരു ബഹുമാനം തോന്നുന്നു. കാരണം നാടിനും വീട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ആ നല്ല മനുഷ്യന് ഇങ്ങനൊരു ഗതി വന്നല്ലോ എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സുഖമില്ലാത്തൊരു ഉമ്മയാണ് കൂടെ ഉള്ളത്. പിന്നെ ഈ മകളെ നല്ല രീതിയിൽ വളർത്തണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അതിനിടയ്ക്ക് നമ്മളെല്ലാവരും കൂടി വലിയൊരു സൈബർ അറ്റാക്കുമായിട്ട് ചെല്ലുന്നേരം ആൾ മാനസികമായി തകർന്നു പോകും. പിന്നെ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് പ്രത്യേകം ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ഇത്തരം വീഡിയോ ഇടുന്നേരം അത് മറ്റുള്ളവർക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഓർക്കണം. ഒരു ഷിംജിത മാത്രമല്ല തെറ്റുകാരി. ഇല്ലാത്ത കാര്യങ്ങൾ എവിടുന്നോ കേട്ടതിനനുസരിച്ച് എന്തെങ്കിലും വിളിച്ചു പറയുന്നേരം നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഏതെങ്കിലും ഒരു ന്യൂസിലോ ഏതെങ്കിലും ഒരു ചാനലിൽ വരുന്ന വാർത്ത കേട്ടിട്ട് അതേ തന്നെ കോപ്പി അടിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്നതിന് പകരം അതിൽ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് ദീപകുമാർ നമ്മളിലൂടെ കടന്നു പോകും. നമ്മളറിയാതെ ഒരുപാട് പേർ കടന്നു പോയിട്ടുണ്ട്. ഇപ്പം ദീപക് മരിച്ചത് കൊണ്ടാണ് നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നത്. ഇതേപോലുള്ള വേദനിച്ച് കഴിയുന്ന ഒരുപാട് പേർ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അതും കൂടി നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഷിംജിത മാത്രമല്ല തെറ്റുകാർ, നമ്മളും പലരും തെറ്റുകാരാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ന്യൂസുകൾ പലതും ശരിയാവണമെന്നില്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടത് വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അത് മറ്റുള്ളവരെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്നുകൂടി ഓർത്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.